ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. രാഷ്ട്രനിർമ്മാണത്തിൽ തൊഴിലാളികളുടെ സംഭാവനകൾക്ക് ആദരവുമായി അന്താരാഷ്ട്ര തൊഴിലാളി ദിനം. ഇന്ന് മെയ് 1. ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തലെന്ന പോലെ വീണ്ടും ഒരു തൊഴിലാളി ദിനം കൂടി വന്നെത്തുകയാണ്. തൊഴിലാളികളെ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുവാനും സമൂഹത്തിന് അവർ നൽകിയ സംഭാവനകളെ ആദരിക്കുവാനുമാണ് എല്ലാ വർഷവും അന്താരാഷ്ട്ര തൊഴിലാളി ദിനം അഥവാ മെയ് ദിനം ആഘോഷിക്കുന്നത്. ലോകമെമ്പാടുമുള്ള തൊഴിലാളികളുടെ ജീവിതത്തിന് പുതിയ വെളിച്ചവും ദിശാബോധവും ലഭിച്ച ദിനം കൂടിയാണ് മെയ് 1. 1889 അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് കോൺഫറൻസ് മെയ് 1 തൊഴിലാളി ദിനമായി പ്രഖ്യാപിക്കുന്നത്. തുടർന്ന് 1890 ആദ്യ മെയ് ദിനം ഔദ്യോഗികമായി ആചരിച്ചത്. നിലവിൽ ഇന്ത്യ ഉൾപ്പെടെ 80 രാജ്യങ്ങളിൽ മെയ് 1 തൊഴിലാളി ദിനമായി ആചരിക്കുന്നു. എന്നാൽ അമേരിക്കയിലും കാനഡയിലും തൊഴിലാളി ദിനം സെപ്റ്റംബറിലെ ആദ്യ തിങ്കളാഴ്ചയാണ് ആഘോഷിക്കുന്നത്. 1923 മെയ് 1 മുതലാണ് ഇന്ത്യയിൽ തൊഴിലാളി ദിനം ആചരിച്ചു തുടങ്ങിയത്. ലേബർ കിസാൻ പാർട്ടി ഓഫ് ഹിന്ദുസ്ഥാന്റെ നേതൃത്വത്തിൽ അന്നത്തെ മദ്രാസിലാണ് ആദ്യ മെയ് ദിനം ആഘോഷിച്ചത്. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ ജനീവ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഈ സംഘടനയിൽ ഇന്ത്യ ഉൾപ്പെടെ 187 അംഗരാജ്യങ്ങളാണുള്ളത്. ആഗോളതലത്തിൽ എല്ലാവർക്കും മാന്യമായ ജോലി പ്രോത്സാഹിപ്പിക്കുന്ന തൊഴിൽ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുക, നയങ്ങൾ രൂപീകരിക്കുക, മനുഷ്യാവകാശങ്ങളും തൊഴിലവകാശങ്ങളും പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ് സംഘടനയുടെ ലക്ഷ്യം. രാജ്യത്ത് മെയ് ദിനം തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ വളരെ ആവേശത്തോടെയാണ് ആഘോഷിക്കുന്നത്. കേരളത്തിലും തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടക്കുന്നുണ്ട്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ മെയ് ദിന ആശംസകൾ നേർന്നു. കഠിനാധ്വാനത്തിലൂടെ രാഷ്ട്രനിർമ്മാണത്തിന് ഗണ്യമായ സംഭാവന നൽകുന്ന തൊഴിലാളികളെ ബഹുമാനിക്കുകയും ഒപ്പം ചൂഷണത്തിൽ നിന്ന് രക്ഷിക്കുകയും കൂടിയാണ് തൊഴിലാളി ദിനം ലക്ഷ്യമിടുന്നത്. 1886 ഹേ മാർക്കറ്റ് കലാപവുമായും തൊഴിലാളികൾക്ക് 8 മണിക്കൂർ ജോലി സമയം എന്ന ആഹ്വാനവുമായും ബന്ധപ്പെട്ടതാണ് മെയ് ദിനത്തിന്റെ ചരിത്രം. മെയ് 1 തൊഴിലാളി ദിനമായി പ്രഖ്യാപിക്കപ്പെട്ടതിന്റെ കാരണങ്ങൾ അറിയാൻ പൈതൃക പഠന കേന്ദ്രം മുൻ ഡയറക്ടർ ജനറൽ ഡോക്ടർ ടി.പി. ശങ്കരൻകുട്ടി നായർ പറയുന്നത് ശ്രദ്ധിക്കാം. 19ാം നൂറ്റാണ്ടിൽ അമേരിക്കയിൽ 14-15 മണിക്കൂർ വരെ ജോലി ചെയ്താൽ മാത്രമേ തൊഴിലാളികൾക്ക് ജീവിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. വിശ്രമമോ വിനോദമോ ഇല്ലാതെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ജോലി ചെയ്യേണ്ട അവസ്ഥ വന്നപ്പോഴാണ് തൊഴിലാളികൾ തിരിച്ചറിയാൻ തുടങ്ങിയത് തങ്ങളുടെ തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ. ചിക്കാഗോയിലെ തൊഴിലാളികളുടെ ദുരവസ്ഥയ്ക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നതിനായിട്ടാണ് അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് ഓർഗനൈസ്ഡ് ട്രേഡ് ആൻഡ് ലേബർ യൂണിയൻ 8 മണിക്കൂർ ജോലി എന്ന മുദ്രാവാക്യവുമായി മുന്നോട്ട് വന്നത്. തീരെ ക്ലേശകരമായ തൊഴിൽ സാഹചര്യത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് 1886 മെയ് 1 3 ലക്ഷത്തിലധികം വരുന്ന തൊഴിലാളികൾ അമേരിക്കയിൽ പണിമുടക്ക് സംഘടിപ്പിച്ചു. ഹേ മാർക്കറ്റ് സ്ക്വയറിൽ സംഘടിച്ച് സമാധാനപരമായ പ്രതിഷേധം നടത്തി പിരിഞ്ഞു പോകാനായിരുന്നു അവർ ശ്രമിച്ചിരുന്നത്. പക്ഷേ പെട്ടെന്നുണ്ടായ ബോംബ് സ്ഫോടനം പല തൊഴിലാളികളുടെയും മരണത്തിൽ കലാശിച്ചു. ഹേ മാർക്കറ്റ് കലാപത്തിൽ കൊല്ലപ്പെട്ട തൊഴിലാളികളോടുള്ള ആദരസൂചകമായി 8 മണിക്കൂർ ജോലി സമയമെന്ന ആഹ്വാനത്തിന്റെ സ്മരണമായി 1889 സോഷ്യലിസ്റ്റ് കോൺഫറൻസ് മെയ് 1 തൊഴിലാളി ദിനമായി പ്രഖ്യാപിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 1890 മുതൽ മെയ് ദിനം ഔദ്യോഗികമായി ആചരിച്ചു വരുന്നത്. രാജ്യത്ത് തൊഴിലാളികളുടെ ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അസംഘടിത തൊഴിലാളികളുടെ സമഗ്രമായ ഡാറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി ഈ ശ്രം പോർട്ടൽ വികസിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ അതിവേഗം വളരുന്ന തൊഴിൽ ശക്തിയായ ഓൺലൈൻ പ്ലാറ്റ്ഫോം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ഗിഗ് വർക്കർമാർക്ക് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമെന്ന് ഈ വർഷത്തെ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്.
പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, സുരക്ഷാ ബീമാ യോജന, ശ്രം യോഗി മാൻധൻ പെൻഷൻ പദ്ധതി, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം തുടങ്ങിയ വിവിധ പദ്ധതികൾ അസംഘടിത മേഖലയിൽ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾക്കായി നടപ്പിലാക്കിയിട്ടുണ്ട്. കൂടാതെ തൊഴിലാളികളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനായി നിരവധി നിയമങ്ങളും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. തൊഴിലാളികളുടെ ക്ഷേമത്തിനായി രാജ്യത്ത് നിലവിലുള്ള പ്രധാന നിയമങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം ജില്ലാ കോടതിയിലെ അഭിഭാഷകനായ ജിത്തു എസ് ബാബു വിശദീകരിക്കുന്നു. ഒരു തൊഴിലാളിക്ക് അവന്റെ അവകാശ സംരക്ഷണത്തിനായി യൂണിയൻ രജിസ്റ്റർ ചെയ്യുവാനും യൂണിയനിൽ പ്രവർത്തിക്കുവാനും വേണ്ടിയാണ് ട്രേഡ് യൂണിയൻ ആക്ട് 1926 രൂപകൽപ്പന ചെയ്തത്. തൊഴിലിടങ്ങളിൽ തൊഴിലാളിയും തൊഴിലുടമയും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് 1947 ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് രൂപകൽപ്പന ചെയ്തത്. ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് കിട്ടേണ്ട സംരക്ഷണങ്ങളും സൗകര്യങ്ങളും എന്തെല്ലാമാണെന്നും അവ എങ്ങനെയൊക്കെയാണ് ലഭിക്കേണ്ടതെന്നും ചർച്ച ചെയ്യുന്നതാണ് ഫാക്ടറീസ് ആക്ട് 1948. ഒരു തൊഴിലാളി പ്രധാനമായും ജോലി ചെയ്യുന്നത് ശമ്പളത്തിനു വേണ്ടിയാണ്. എന്ന് ശമ്പളം നൽകണം, അത് എങ്ങനെ നൽകണം, ശമ്പളത്തിൽ കുറവ് വന്നാൽ അത് എങ്ങനെ പരിഹരിക്കണം എന്നുള്ള കാര്യങ്ങൾ പേയ്മെന്റ് ഓഫ് വേജസ് ആക്ടിൽ പറയുന്നു. അടുത്തതായുള്ളത് മിനിമം വേജസ് ആക്ട് ആണ്. ഈ നിയമപ്രകാരം നോട്ടിഫൈ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളിൽ മിനിമം കൂലി നിശ്ചയിക്കുകയും ആയത് ലഭിക്കുന്നതിനുള്ള നടപടികളെ പറ്റിയും ഈ നിയമത്തിൽ പ്രതിപാദിക്കുന്നു. അടുത്തതായുള്ളത് ബോണസ് ആക്ട് ആണ്. ശമ്പളത്തിന് പുറമെ വർഷാവർഷം തൊഴിലാളിക്ക് ഒരു അധിക തുക നൽകുന്നതിനാണ് ഈ നിയമം നടപ്പിൽ വരുത്തിയത്. തൊഴിൽ ഇടങ്ങളിൽ വെച്ചുണ്ടാകുന്ന അപകടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുവാൻ തൊഴിലുടമ ബാധ്യസ്ഥനാണ്. ആ ബാധ്യതയെ ഒറ്റത്തവണ നഷ്ടപരിഹാരമായി നൽകുന്നത് സംബന്ധിച്ചുള്ള നിയമമാണ് എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട്. ESI ആക്ട് ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ്. 10 തൊഴിലാളികളുള്ള സ്ഥാപനത്തിൽ തൊഴിലാളികളുടെ ആരോഗ്യ പരിരക്ഷ ഇൻഷുറൻസ് ആണ് ഈ നിയമത്തിൽ പറയുന്നത്. ഒരു തൊഴിലാളിയുടെ സാമൂഹിക പരിരക്ഷണത്തിനു വേണ്ടി ജോലിയിൽ നിന്നും പിരിയുമ്പോഴും അതിനുശേഷവുമുള്ള അവരുടെ സാമ്പത്തിക ഭദ്രതയ്ക്കു വേണ്ടി കേന്ദ്ര സർക്കാർ രൂപകൽപ്പന നൽകിയ നിയമങ്ങളാണ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് നിയമവും പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടും. തൊഴിലിടങ്ങളിലെ സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്നതിനു വേണ്ടി പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് ആക്ട്, പോഷ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമമാണ്. രണ്ടാമതായി ഉള്ളത് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് ആണ്. കേന്ദ്ര സർക്കാർ ഈ നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് 4 പുതിയ കോഡുകൾ കൊണ്ടുവന്നു. തൊഴിൽ സംബന്ധമായ ഈ നിയമങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ 2020 പാസാക്കിയിട്ടുണ്ടെങ്കിലും അതിനെ സംബന്ധിച്ചുള്ള ചട്ടങ്ങൾ നിലവിൽ വരാത്തത് കൊണ്ടാണ് ഈ കോഡുകൾക്ക് പ്രാബല്യം വരാത്തത്. സ്വച്ഛവും സമാധാനപരവുമായ തൊഴിൽ അന്തരീക്ഷം ഉറപ്പാക്കുക ലക്ഷ്യമിട്ടാണ് സംസ്ഥാന തൊഴിൽ വകുപ്പ് പ്രവർത്തിക്കുന്നത്. കേന്ദ്ര നിയമങ്ങളും കേരള ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്, കേരള ചുമട്ടുതൊഴിലാളി നിയമം ഉൾപ്പെടെയുള്ള സംസ്ഥാന നിയമങ്ങളും കൃത്യമായി നടപ്പാക്കുന്നതോടൊപ്പം തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി മെച്ചപ്പെട്ട പദ്ധതികളും പരിപാടികളും സംസ്ഥാന തൊഴിൽ വകുപ്പ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നു. കേരള സർക്കാർ തൊഴിലാളി ക്ഷേമത്തിനായി നടപ്പാക്കുന്ന പ്രധാന പ്രവർത്തനങ്ങളെപ്പറ്റി വിശദീകരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലാ ലേബർ ഓഫീസർ ബിജു എ. തൊഴിൽ വകുപ്പ് കേരളത്തിലെ അസംഘടിത മേഖല ഉൾപ്പെടെയുള്ള വിവിധ തൊഴിൽ മേഖലകളിലെ ജീവനക്കാരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും മെച്ചപ്പെട്ട വേതനം ലഭ്യമാക്കുന്നതിനുമായി 29ലേറെ കേന്ദ്ര നിയമങ്ങളും കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്, കേരള ഹെഡ്ലോഡ് വർക്കേഴ്സ് ആക്ട് തുടങ്ങിയ സംസ്ഥാന തൊഴിൽ നിയമങ്ങളും നടപ്പിലാക്കി വരുന്നു. സ്ത്രീ തൊഴിലാളികളുടെ ജോലി സ്ഥലത്തുള്ള സുരക്ഷ ഉറപ്പുവരുത്തി അർഹമായ സേവന വേതന വ്യവസ്ഥകൾ ലഭ്യമാക്കുന്നതിനും കൂടാതെ ജീവനക്കാർക്ക് ഇരിപ്പിട സൗകര്യം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ വാഷ്റൂം, അർഹമായ ലീവ് തുടങ്ങിയവ ഉറപ്പുവരുത്തുന്നതിനുള്ള വ്യവസ്ഥകളും കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വിവിധ മേഖലയിലെ തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി 16 ക്ഷേമനിധി ബോർഡുകൾ തൊഴിൽ വകുപ്പിന്റെ കീഴിലുണ്ട്. സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിനായി പോഷ് ആക്ട് പ്രകാരമുള്ള ഇന്റേണൽ കമ്മിറ്റികൾ നിലവിലുണ്ടോ എന്നുള്ള വിവരം ലേബർ ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന പരിശോധനകളിൽ ഉറപ്പാക്കുന്നതാണ്. അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിലേക്കായി അസംഘടിത തൊഴിലാളി ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെയും കോൺട്രാക്ട് വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെയും
സേവന വേതന വ്യവസ്ഥകൾ ഉറപ്പാക്കുന്നതിലേക്കായി തൊഴിൽ വകുപ്പ് ഇന്റർസ്റ്റേറ്റ് മൈഗ്രന്റ് വർക്കേഴ്സ് ആക്ട്, കോൺട്രാക്ട് ലേബർ റെഗുലേഷൻ ആൻഡ് അബോളിഷൻ ആക്ട് എന്നിവ നടപ്പിലാക്കി വരുന്നു. ഏതൊരു സ്ഥാപനത്തിന്റെയും വളർച്ചയും നിലനിൽപ്പും അവിടെ പ്രവർത്തിക്കുന്ന തൊഴിലാളികളെ ആശ്രയിച്ചാണുള്ളത്. അതിനാൽ തൊഴിലാളികളുടെ സുരക്ഷയും ക്ഷേമവും മാനസികാരോഗ്യവും ഉറപ്പുവരുത്തേണ്ടത് വളരെ പ്രധാനമാണ്. അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന മേഖലയാണ് ഭവന നിർമ്മാണ മേഖല. തൊഴിലാളികളുടെ മാനസികവും സാമൂഹികവുമായ ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനായി സ്ഥാപനങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് വാർത്താ തരംഗിണിയോട് വിശദീകരിക്കുകയാണ് തിരുവനന്തപുരത്തെ പ്രമുഖ ഭവന നിർമ്മാണ കമ്പനികളിലൊന്നായ ഫേവറേറ്റ് ഹോംസിന്റെ HR ഡെപ്യൂട്ടി ജനറൽ മാനേജർ സ്വീറ്റി മാത്യു. ജീവനക്കാരോടൊപ്പം ഇതര സംസ്ഥാന തൊഴിലാളികളുടെയും സുരക്ഷ ഉറപ്പുവരുത്തുക എന്നതാണ് എല്ലാ നിർമ്മാണ കമ്പനികളുടെയും ഉത്തരവാദിത്തം. സേഫ്റ്റി ട്രെയിനിങ്, ഇൻഡക്ഷൻ ട്രെയിനിങ്, ഫയർ ഡ്രിൽസ്, ലേബേഴ്സിന് വേണ്ട പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ്സ് ഇവയൊക്കെ നമ്മൾ ലഭ്യമാക്കാറുണ്ട്. എല്ലാ സൈറ്റുകളിലും പതിവായി സുരക്ഷ ഉറപ്പാക്കുന്നതിനും അവ യഥാസമയം പരിഹരിച്ച് കമ്പനിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും പരിചയസമ്പന്നനായ HSE എഞ്ചിനീയറിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സേഫ്റ്റി ഫസ്റ്റ് എന്നതാണല്ലോ ഏതൊരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെയും പരമപ്രധാന ലക്ഷ്യം. അതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് സ്ത്രീ സുരക്ഷ എന്നതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി ഒരു പോഷ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ടീം സ്പിരിറ്റും ബോണ്ടിങ്ങും സ്റ്റാഫുകൾക്കിടയിൽ ഊട്ടി ഉറപ്പിക്കുന്നതിനായി ആഘോഷങ്ങളും പരസ്പരം ഒന്നിച്ചുകൂടാനുള്ള അവസരങ്ങളും കമ്പനി ഒഴിവാക്കാറില്ല. എല്ലാ ടീം മെമ്പേഴ്സിന്റെയും അവരുടെ ഫാമിലിയുടെയും ആരോഗ്യ സുരക്ഷയ്ക്കായി ഹെൽത്ത് ഇൻഷുറൻസും മെന്റൽ വെൽബീയിങ്ങിനായി ഒരു സൈക്കോളജിസ്റ്റിന്റെ സേവനവും നമ്മൾ ലഭ്യമാക്കിയിട്ടുണ്ട്. കരകൗശല കൈത്തറി മേഖലകൾ ഉൾപ്പെടെയുള്ള പരമ്പരാഗത തൊഴിൽ മേഖല നേരിടുന്ന അസംസ്കൃത ഉൽപ്പന്നങ്ങളുടെ ദൗർലഭ്യം, ഉൽപ്പന്നങ്ങൾ വിപണികളിൽ എത്തിക്കുന്നതിനുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയ പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ ബോർഡുകളുടെ സഹായത്തോടെ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. പരമ്പരാഗത തൊഴിൽ മേഖലയിൽ സർക്കാർ നൽകുന്ന സഹായങ്ങളെക്കുറിച്ചും ഈ മേഖലയിലേക്ക് കടന്നുവരാൻ പുതുതലമുറയെ പ്രേരിപ്പിക്കുന്നതിന് നടപ്പാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും പ്രതികരിക്കുകയാണ് പാറശാല സ്വദേശിയായ കളിമൺ കരകൗശല തൊഴിലാളി ഷിനു പ്രസാദ്. നമ്മുടെ കളിമൺ കരകൗശല മൺപാത്ര നിർമ്മാണ മേഖലയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുപാട് സ്കീമുകളൊക്കെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലെനിക്ക് എടുത്തു പറയാനുള്ളത് നമ്മളെ PM വിശ്വകർമ്മ എന്നൊരു സ്കീമിനെ പറ്റിയാണ്. അത്യാവശ്യം നല്ല ട്രെയിനിങ്ങുകളും പാരമ്പര്യമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് കുറച്ചുകൂടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട ട്രെയിനിങ്ങുകളും സാമ്പത്തിക സഹായം ലോണൊക്കെ കൊടുക്കുന്നുണ്ട്. അത് പോയിട്ട് നമ്മുടെ ചെയ്യുന്ന വർക്കുകൾ എങ്ങനെ സെയിൽ ചെയ്യാം, ഓൺലൈൻ വഴി എങ്ങനെ സെയിൽ ചെയ്യാം എന്നതിനെ പറ്റിയൊക്കെയുള്ള ക്ലാസ്സുകളും അവർ നൽകുന്നുണ്ട്. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പിന്നോക്ക വികസന കോർപ്പറേഷൻ, അതുപോലെ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഇവരൊക്കെ ഒരുപാട് കരകൗശല പ്രദർശന മേളകളൊക്കെ നടത്താറുണ്ട്. നമ്മുടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ അവിടെ കൊണ്ടുവച്ച് നല്ല വിലയ്ക്ക് തന്നെ സെയിൽ ചെയ്ത് പോകാറുമുണ്ട്. പക്ഷേ ഇതിലൊരു പ്രധാന പ്രശ്നം നമ്മളെ ഇത്തരം സ്കീമുകളെപ്പറ്റി കൃത്യമായിട്ടുള്ള അറിവ് പലർക്കും കിട്ടുന്നില്ല എന്നതാണ്. പുതിയ തലമുറയിലുള്ള ആൾക്കാരൊന്നും അധികമായിട്ട് ഈ ഒരു മേഖലയിൽ പെട്ടെന്ന് കടന്നു വരാറില്ല. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ ഈ കാലത്തിനൊത്ത് കോലം മാറുക എന്ന് പറയില്ലേ, നമ്മുടെ കസ്റ്റമേഴ്സിന് എന്താണോ ആവശ്യം അത് നമ്മൾ നിർമ്മിച്ചു കൊടുക്കേണ്ട സ്കില്ല് നമുക്കുണ്ടാവണം. അപ്പോൾ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തപ്പോൾ കുറച്ചുകൂടെ നല്ല സെയിൽ നടന്നു. അതുകൊണ്ടാണ് പുതിയ തലമുറയിൽപ്പെട്ട ഞാനും ഈ ഒരു മേഖലയിൽ തുടരാനും കാരണമായത്. നമ്മുടെ ഈ കളിമൺ കരകൗശല മൺപാത്ര നിർമ്മാണ മേഖലയിൽ കൊഴിഞ്ഞുപോക്ക് തടയാൻ വേണ്ടി ക്രാഫ്റ്റ് വില്ലേജുകൾ എല്ലാ ജില്ലകളിലും ഉണ്ടാകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന അസംഘടിതരായിട്ടുള്ള തൊഴിലാളികൾക്ക് അതൊരു മുതൽക്കൂട്ടാവും. അവർ ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ അത്തരം ക്രാഫ്റ്റ് വില്ലേജുകളിൽ നമുക്ക് സെയിൽ ചെയ്യുകയും അതുമൂലം അത്യാവശ്യം നല്ല ഒരു വരുമാനം തന്നെ അവർക്ക് നേടിയെടുക്കാനും സാധിക്കും. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ നമ്മളെ കളിമൺ കോർപ്പറേഷനൊക്കെ ചേർന്ന് ഇത്തരം സെൻറ്ററുകൾ നമുക്ക് എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടുകളിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ITI പോലുള്ള സെൻറ്ററുകളിൽ ഇതും ഒരു പാഠ്യ വിഷയമാക്കി പഠിപ്പിച്ചാൽ വളരെ നന്നായിരിക്കും. ഇന്ത്യ ഉൾപ്പെടെ 80ഓളം രാജ്യങ്ങളിൽ തൊഴിലാളി ദിനം ദേശീയ അവധിയാണ്. ദിനാഘോഷത്തിന്റെ ഭാഗമായി തൊഴിലാളി സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ രാജ്യമെമ്പാടും നിരവധി പരിപാടികളും സെമിനാറുകളും സംഘടിപ്പിക്കാറുണ്ട്. തൊഴിലാളികളെക്കുറിച്ചും അവരുടെ അവകാശങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന പോസ്റ്ററുകളും ബാനറുകളും ഉയർത്തിയും റാലികൾ നടത്തിയുമെല്ലാം മിക്ക പ്രദേശങ്ങളിലും മെയ് ദിനം ആഘോഷിക്കപ്പെടുന്നു. ഇന്ന് നമുക്ക് സമാധാനപരമായ തൊഴിൽ അന്തരീക്ഷമുണ്ട്. കൃത്യമായ തൊഴിൽ നിയമങ്ങൾ നിലനിൽക്കുന്നതിനാൽ ശരിയായ തൊഴിൽ സമയവും വേതനവും സുരക്ഷയും ലഭ്യമാകുന്നുണ്ട്.
ലോകത്ത് സുരക്ഷിതവും ശാന്തവുമായ തൊഴിൽ സാഹചര്യം ഒരുക്കിത്തരാനായി മുൻകാലങ്ങളിൽ തൊഴിലാളികൾ നടത്തിയ പോരാട്ടങ്ങളെ അംഗീകരിക്കുകയും സ്മരിക്കുകയും ചെയ്യേണ്ട ഈ മഹത്തായ ദിനത്തിൽ തൊഴിലാളികളുടെ മെച്ചപ്പെട്ട ഭാവിക്കും ക്ഷേമത്തിനും സുരക്ഷയ്ക്കുമായി നമുക്ക് ഒത്തുചേർന്ന് പ്രവർത്തിക്കാം. അവരുടെ കഠിനാധ്വാനത്തെ ആദരിക്കാം, അവർക്കൊപ്പം അണിനിരക്കാം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിന്ദു വിനോദ്. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.